നമസ്കാരം, യമുനാസ് ഫിസിക്സിലേക്ക് സ്വാഗതം. ചാപ്റ്റർ 2 ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസ്, NCERT ക്ലാസ് 12. അവിടുത്തെ 2.3 എന്ന് പറയുന്ന പോർഷനാണ് പൊട്ടൻഷ്യൽ ഡ്യൂ ടു ആൻ ഇലക്ട്രിക് ഡൈപോൾ. ഡൈപോൾ എന്നുള്ളതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട വാക്ക്. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഡൈപോൾ എന്താണെന്ന് നമുക്കറിയാം അല്ലേ? എന്താണ് ഡൈപോള്? തുല്യവും വിപരീതവുമായിട്ടുള്ള രണ്ട് ചാർജസ് ഒരല്പം സെപ്പറേഷനിൽ ഇരിക്കുന്നതിന് പറയുന്ന പേരാണ് ഡൈപോൾ അല്ലേ? നമുക്കറിയാം. ഇനി ഡൈപോളിൻ്റെ ചാർജസ് രണ്ടും കൂടെ കൂട്ടിയാൽ -q ആൻഡ് +q 0 ആണെന്ന് നമുക്കറിയാം. മാത്രവുമല്ല ഡൈപോളിനുമായിട്ട് ചേർന്ന് നമ്മളൊരു വാക്കും കൂടെ പഠിച്ചിട്ടുണ്ട്. എന്താണെന്ന് ഓർമ്മയുണ്ടോ? ഡൈപോൾ മൊമെൻറ്റ്. നമുക്ക് ആവശ്യമുള്ള ഒരു പദമാണ് ഡൈപോൾ മൊമെൻറ്റ്. ഡൈപോൾ മൊമെൻറ്റ് P ബാർ എന്ന് പറയും. P ബാർ അതിൻ്റെ വാല്യൂ 2AQ × P ക്യാപ്പ്. ഇതിൽ ഈ P ക്യാപ്പ് എന്ന് പറയുന്നതാണ് ഇതിൻ്റെ ഡയറക്ഷൻ. അതായത് P ബാർ എന്ന് പറഞ്ഞാൽ ഇതൊരു വെക്ടർ ക്വാണ്ടിറ്റി ആണെന്നറിയാം. ഇത് മാഗ്നിറ്റ്യൂഡും ഇത് ഡയറക്ഷനുമാണ്. P ക്യാപ്പിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഫ്രം -q to +q. ഇത്രയും കാര്യങ്ങൾ നമുക്ക് പ്രീവിയസ് നോളജായിട്ട് ആവശ്യമുണ്ട്. മാത്രവുമല്ല നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് കണ്ടെത്തി, ആക്സിയൽ ലൈനയിൽ, ഇക്വിറ്റോറിയൽ ലൈനയിലൊക്കെ കണ്ടെത്തി. അപ്പോൾ നമുക്കറിയായിരുന്നല്ലോ ഇലക്ട്രിക് ഫീൽഡ് ഒരു പോയിന്റ് ചാർജിൻ്റെ കണ്ടപ്പോൾ 1/4πε0 q/r² റിലേഷൻ ആയിരുന്നു. ഓർക്കുന്നുണ്ടോ? q/r². അതേസമയം ഇലക്ട്രിക് ഡൈപോൾ വന്നപ്പോൾ ഒരു ഡൈപോളിൻ്റെ ഇലക്ട്രിക് ഫീൽഡ് നമ്മൾ ആക്സിയൽ ലൈനിലും ഇക്വിറ്റോറിയൽ ലൈനിലും ഒക്കെ ഫസ്റ്റ് ലെസണിൽ കണ്ടുപിടിച്ചു. അപ്പം നമുക്ക് 1/4πε0 p/r³ 2p/r³ എന്നൊക്കെ കിട്ടി. അപ്പോൾ ആ ഡിനോമിനേറ്റർ നോക്കിയേ, r³. അപ്പം ഇലക്ട്രിക് ഫീൽഡ് പ്രൊപ്പോർഷണൽ ടു 1/r² കിട്ടി. ഡൈപോൾ വന്നപ്പോൾ അത് 1/r³ കിട്ടി. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ പൊട്ടൻഷ്യൽ ഒരു സ്കേലാർ ക്വാണ്ടിറ്റിയാണെന്ന് നമുക്കറിയാം. ഇതിനു മുമ്പ് 1.2.1 2.2 നമ്മൾ വിശദമായി എന്താണ് ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ നമ്മൾ കണ്ടിരുന്നു. സത്യത്തിൽ അത് വർക്കല്ലേ? ആണ്. വർക്ക് സ്കേലാറാണല്ലോ? ആണ്. അപ്പോൾ നമുക്ക് അവിടെ ഫീൽഡിന് ഉപയോഗിച്ചതുപോലെ സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിളും നമുക്ക് ഉപയോഗിക്കാം. ചാപ്റ്റർ 1 വിശദമായി നമ്മൾ ഒരുപാട് വീഡിയോസ്, ഒരു 10-40ഓളം വീഡിയോസ് ചാപ്റ്റർ 1 ചെയ്തിട്ടുണ്ട്. 1.1 1.2 തുടങ്ങി അങ്ങ് 1.15 വരെ ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നോക്കിയാൽ നമുക്കറിയാം ഇലക്ട്രിക് ഫീൽഡ് വെക്ടർ ക്വാണ്ടിറ്റിയാണ്. പൊട്ടൻഷ്യൽ പറയുമ്പോൾ അത് സ്കേലാർ ക്വാണ്ടിറ്റിയാണ്. അപ്പോൾ രണ്ടിനും കൊളുംസ് ലോയും സൂപ്പർ പൊസിഷനും ഉപയോഗിച്ച് നമ്മളവിടെ കണ്ടെത്തി. എന്ന് പറഞ്ഞതുപോലെ പൊട്ടൻഷ്യലിനും നമുക്ക് ഇതേ സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ സുഖമായിട്ട് ഉപയോഗിക്കാം. കാരണം സ്കേലാർ അഡീഷനാണ് ഇവിടെ വേണ്ടത്, വെക്ടർ അഡീഷൻ അല്ല. അപ്പോൾ നമുക്കൊരു ഡൈപോളിൻ്റെ എന്താണ് ചോദ്യം? പൊട്ടൻഷ്യൽ ഡ്യൂ ടു ആൻ ഇലക്ട്രിക് ഡൈപോൾ. അപ്പോൾ നമുക്ക് ആദ്യം ഒരു ഡൈപോൾ വരയ്ക്കണ്ടേ? ഒരു ഡൈപോൾ വരയ്ക്കാൻ നോക്കാം. ഒരു ഡൈപോൾ എങ്ങനെയാ? രണ്ട് ചാർജസ് അറ്റ് എ സ്മോൾ സെപ്പറേഷൻ അല്ലേ? നമുക്ക് രണ്ട് ചാർജസിനെ എടുക്കാം. ഏതെങ്കിലും രണ്ട് ചാർജസ്. ഒരു പോയിന്റ് ഇതാ ഇവിടെ ആയിക്കോട്ടെ, ഏറെക്കുറെ ഇതൊരു 30, ഇതാ ഇവിടെ ആയിക്കോട്ടെ അടുത്ത ആൾ. അപ്പോൾ ഇതിൻ്റെ നടുക്ക് ഒറിജിൻ 15. അപ്പോൾ ഒരു ഡോട്ടഡ് ലൈൻ ഞാൻ ഇവിടെ ഇങ്ങനെ ഇടുകയാണ്. ഇതാ ഇത്ര മതി എന്ന് വിചാരിക്കാം. ഇത് 30, ഇത് 15, ഇത് ഒറിജിൻ. അപ്പോൾ ഇത് എൻ്റെ -q, ഈ പോയിന്റ് ചാർജ് ഇരിക്കുന്നത്. ഇത് അടുത്ത പോയിന്റ് +q ഇരിക്കുന്ന ചാർജ്. ഇതിൻ്റെ ഒറിജിൻ O. ഈ അകലം നമുക്ക് A ആണെന്നറിയാം, ഇതും നമുക്ക് A ആണെന്നറിയാം. ഈ ഏതെങ്കിലും ഒരു ചാർജും ഈ സെപ്പറേഷൻ 2Aയും കൂടെ ചേരുന്നതാണ് ഡൈപോൾ മൊമെൻറ്റിൻ്റെ മാഗ്നിറ്റ്യൂഡ്. P ക്യാപ്പ് അതിൻ്റെ ഡയറക്ഷൻ. അപ്പോൾ P ക്യാപ്പ് എവിടെ നിന്ന് എങ്ങോട്ട് വരും? -q to +q. അപ്പം ഞാൻ എന്താ ഡയറക്ഷൻ വരയ്ക്കുകയാണേ. ഇതാണ് നമ്മുടെ P ക്യാപ്പിൻ്റെ ഡയറക്ഷൻ. P ക്യാപ്പ്. ചോദ്യം ഇതാണ്, ഈ ഡൈപോളിൻ്റെ ഏതെങ്കിലും ഒരു പോയിന്റിലുള്ള പൊട്ടൻഷ്യൽ. അപ്പോൾ ഇതിൻ്റെ ഏതെങ്കിലും ഒരു പോയിന്റ്, എനി ഓഫ് ദ പോയിന്റ് ഞാൻ ഇവിടെ മാർക്ക് ചെയ്യുകയാണ്. ഏതെങ്കിലും ഒരു പോയിന്റ്. ഇതിൻ്റെ ഒറിജിൻ, ഇതാ നമ്മുടെ ഒറിജിൻ. ഈ ഒറിജിനിൽ നിന്ന് ഈ പോയിന്റ് പിയിലേക്ക് വരയ്ക്കുന്ന വെക്റ്റർ
പോയിന്റ് പിയിലേക്ക് വരയ്ക്കുന്ന വെക്ടർ. O ടു പോയിന്റ് പി, ഒ പി. ഇതിന് നമുക്ക് പൊസിഷൻ വെക്ടർ എന്ന് പറയാം. ഇത് ഡിനോട്ട് ചെയ്യുന്ന ആർ ക്യാപ്. ഈ വെക്ടറിന്റെ ദൂരം r, ഇതിന്റെ ഡയറക്ഷൻ ആർ ക്യാപ്. ഫ്രം O ടു പി, അതാണ് ആർ ക്യാപ്. ഇപ്പൊ ഈ പോയിന്റ് പി അഥവാ ആർ ദൂരത്തിലുള്ള പൊട്ടൻഷ്യലാണ് നമുക്ക് കാണേണ്ടത്. ആ ആറാണ് ഞാൻ ഈ എഴുതിയിരിക്കുന്നത്. പി എന്ന് ഉദ്ദേശിക്കുന്നത് ഈ പി ആണ്. ഇനി ഇത് അഡീഷണലി ഒരു വാല്യൂ കൂടെ ഉണ്ട്, തീറ്റ. ഇതാണ് നമുക്ക് ഡിറൈവ് ചെയ്യേണ്ട ഇക്വേഷൻ. തീറ്റ എന്ന് പറയുന്നത് ഈ പി ക്യാപ്പും ഈ ആർ ക്യാപ്പ്, പി ക്യാപ്പ് എന്ന് പറഞ്ഞാൽ ഈ പിയുടെ ഡയറക്ഷനും ആർ ക്യാപ്പ് എന്ന് പറഞ്ഞാൽ ആറിൻ്റെ ഡയറക്ഷനും ഇടയിലുള്ള ആംഗിളാണ് നമ്മുടെ തീറ്റ. അപ്പൊ ഇത് മൂന്നുമാണ് ഇവിടുത്തെ താരങ്ങൾ. ഒന്ന് പി, ഒന്ന് തീറ്റ, ഒന്ന് ആർ. ഈ റിലേഷൻ ഡിറൈവ് ചെയ്യുന്നത് എങ്ങനെയാണ് നമുക്ക് നോക്കാം. ഇനി അപ്പോൾ നമുക്കറിയാം ഇത് നമുക്ക് സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ ആണ് ഉപയോഗിക്കാൻ പോകുന്നത്. അപ്പോൾ ഒറ്റ ചാർജേ ഉള്ളൂ എങ്കിൽ നമുക്കറിയാം പൊട്ടൻഷ്യൽ 1/4πε0 Q/r ആണ്. ഇവിടെ നമുക്ക് രണ്ട് പേരുണ്ട്, -q ഉണ്ട്, +q ഉണ്ട്. അപ്പോൾ ഈ ഡിസ്റ്റൻസും ഈ ഡിസ്റ്റൻസും നമുക്ക് ആവശ്യമുണ്ട്. ആ ഡിസ്റ്റൻസ് കൂടെ നമുക്കൊന്ന് വരയ്ക്കാം. ഇതാണ് ഒരു ഡിസ്റ്റൻസ്, ഇത് മറ്റൊരു ഡിസ്റ്റൻസ്. നമുക്ക് പേരിടാം. ഇതിന് വേണമെങ്കിൽ R1 എന്ന് പേരിടാം, ഇതിന് R2 എന്ന് പേരിടാം. ഇനി നമ്മൾ പ്യുവർ മാത്തമാറ്റിക്സ് ആണ്, ബാക്കിയുള്ളത് ഈ ഫിസിക്സ് ഇവിടെ തീരെയാണ്. ഇനി നമ്മൾ ഫിസിക്സ് ഒറ്റ സ്റ്റെപ്പേ ഉള്ളൂ. സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ വെച്ചിട്ട് V = V എന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ അറ്റ് ദ പോയിന്റ് പി, അതാണ് V, = എന്താണ്? സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ. ഇതിന്റെ പൊട്ടൻഷ്യലും കണ്ടുപിടിക്കണം, ഇതിന്റെ പൊട്ടൻഷ്യലും കണ്ടുപിടിക്കണം, കൂട്ടണം. അപ്പൊ നമുക്ക് വേണമെങ്കിൽ V - Q + V + Q. ഇതാണ് നമ്മുടെ ആൻസർ. ഈ ആൻസറിനെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് ഇത്. കിട്ടിയല്ലോ? എങ്ങനെയാണ് അത് സിംപ്ലിഫൈ ചെയ്യുന്നത് നമുക്ക് നോക്കാം. ആദ്യം ഓരോന്നും എഴുതി പോവാം. V - Q, V + Q. ഓരോന്ന് എഴുതാം. എന്താണ് വിയുടെ ജനറൽ ഇക്വേഷൻ? എന്താണ് വിയുടെ ജനറൽ ഇക്വേഷൻ? ഒരേ ഒരു ചാർജ് ഉള്ളതെങ്കിൽ 1/4πε0 Q/r എന്നാണ്. ഇതാണ് ഇക്വേഷൻ. അപ്പോൾ നമുക്ക് V - Q ആണെങ്കിൽ സഫിക്സ് -Q എന്ന് ഇടാം. ഇതിൻ്റെ കൂടെ ഒരു മൈനസും ഇടാം, കാരണം സ്കെയിലാർ വാല്യൂ ആണ്, മൈനസ് ഇട്ടു. അതേ പ്രകാരം V + Q എന്ത് വരും? V + Q = 1/4πε0 എന്ത് വരും? Q/r. അപ്പൊ ഇവിടെ എന്ത് വരണം? ഒരു +Q. കഴിഞ്ഞു. ഇനി ടോട്ടൽ ചെയ്യാന്ന് പറഞ്ഞാൽ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്താൽ മതി. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യാം. അപ്പം ആഡ് ചെയ്യുമ്പോൾ ഇതൊരു പ്ലസ് ടേമോ ഇതൊരു മൈനസ് ടേമോ. അപ്പം നമുക്ക് വേണം ഇത് ആദ്യം എഴുതാം. അപ്പം എന്ത് കിട്ടും? 1/4πε0 Q/r ആണ്. അപ്പം ഇവിടെ ഈ രണ്ട് ആറിനകത്തും ഈ ഓരോന്നിൻ്റെ ആറിൻ്റെ പ്രത്യേകതയും കൂടെ അറിയണം. ഈ -Q എത്ര അകലത്തിലാ? R1. അപ്പം വേണമെങ്കിൽ അത് എഴുതാം R1. ഇത് എത്ര അകലത്തിലാ? R2. അപ്പോൾ ഈ ആറിൻ്റെ ഇത് ജനറൽ ഇക്വേഷൻ ആണ്. ഇപ്പോൾ -Q ലുള്ള ദൂരം R1 +Q ലുള്ള ദൂരം R2. ഇത് ക്ലിയർ അല്ലേ? ഫിഗർ മനസ്സിലായല്ലോ? ഇനി ഇതിനകത്ത് ഈ Qവും കൂടെ കോമൺ ആണ്. അപ്പോൾ നമുക്ക് Qവും കൂടെ പുറത്തെടുക്കാം. എന്നിട്ട് ബ്രാക്കറ്റിനുള്ളിൽ എന്ത് വരും? ഇത് പ്ലസും ഇത് മൈനസും ആണ്. അപ്പം നമുക്ക് 1/R1 മൈനസ്, ഇതാണ് ഈ മൈനസ് ആണ്, ഈ മൈനസ് 1/ അല്ല ഇത് പ്ലസ് ആണ്. അപ്പം സോറി, ഇത് R2 എന്ന് എഴുതാം. R2 മൈനസ് ഇത് R1 ഈ ബ്രാക്കറ്റ് എഴുതിയത് മനസ്സിലായല്ലോ? 1/4πε0 കോമൺ, Q കോമൺ പുറത്തെടുത്തു. ഇവിടെ 1/R2 ഉണ്ട്, അതിവിടെ എഴുതി. ഇവിടെ -1/R1 ഉണ്ട്, അതും എഴുതി. ഇനി നമ്മുടെ കാര്യം R2 R1 ഉണ്ട്, രണ്ട് വേരിയബിളാണ്. ഈ രണ്ട് വേരിയബിളും നമുക്ക് അറിയില്ല. നമുക്ക് ആകെ അറിയാവുന്ന ഒരു കാര്യം ഈ R ആണ്. R എന്ന് പറഞ്ഞാൽ ഒറിജിൻ മുതൽ P വരെയുള്ള ദൂരം നമുക്ക് അറിയാം. പക്ഷെ R1ഉം R2 ഈ P മാറുന്നതിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും, ഫിക്സ്ഡ് അല്ല. അപ്പോൾ പിന്നെ എന്താ വഴി എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് NCERTയിൽ ഇത് കണ്ടുപിടിക്കുന്നത് ബൈനോമിയൽ എക്സ്പാൻഷൻ ഉപയോഗിക്കുന്നുണ്ട്, കോസൈൻ ലോ ഉപയോഗിക്കുന്നുണ്ട്. ഒരു വലിയൊരു എക്സ്പാൻഷന് ശേഷമാണ് നമുക്ക് ഇത് അവിടേക്ക് എത്തിച്ചേരുന്നത്. പക്ഷെ നമ്മളൊരു ചെറിയ സ്റ്റെപ്പിൽ കൂടെ അവിടെ എത്തും. എന്താണെന്നറിയാമോ?
നമുക്കറിയാം ഈ ഡൈപോൾ എന്ന് പറഞ്ഞാൽ തന്നെ ചെറിയ സെപ്പറേഷൻ അല്ലേ ഉള്ളൂ. ഈ 2a എന്ന് പറയുന്നത് വളരെ വളരെ സ്മോൾ ആണ്. അതായത് ഇങ്ങനെ ഒരു പോയിന്റ് മൈനസ്, വളരെ അടുത്തൊരു പോയിന്റ് പ്ലസ്, ക്യൂ ഈ പോയിന്റ് എന്ന് വെച്ചാൽ നോക്കൂ, ഇതിൻ്റെ ഇടയിൽ ഈ ആംഗിൾ വളരെ വളരെ ചെറുതാണ്. ഇത് O ആണ്, ഇത് P ആണ്. ഈ ആംഗിൾസ് വളരെ വളരെ ചെറുതാണ്. ഈ ആംഗിളും ഈ ആംഗിളും നമ്മൾ ഈ ചിത്രത്തിൽ കാണുന്ന പോലെ വലുതല്ല, തീരെ ചെറുതാണ്. അപ്പോൾ ഇതിൻ്റെ ആംഗിൾസ് വളരെ ചെറുതാണെങ്കിൽ നമുക്ക് ചെയ്യാവുന്ന ഒരു പണി എന്താണെന്നറിയാമോ? ഇതേപോലെ ചേർന്ന് വരുമ്പോൾ നമ്മൾ ചെയ്യുന്നത്, ഇത് രണ്ടും നോക്കുകയാണെങ്കിൽ ഇത് ഇതിനേക്കാൾ ഒരല്പം വലുതാണ്. അതുപോലെ ഇത് നോക്കുകയാണെങ്കിൽ ഇത് ഇതിനേക്കാൾ ഒരല്പം വലുതാണ്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ നമുക്കിതിൻ്റെ വ്യത്യാസം, എത്ര വ്യത്യാസം, ഇത് വേണേൽ നമുക്ക് സ്കെയിൽ വെച്ചൊക്കെ വേണമെങ്കിൽ അളന്ന് നോക്കാം. അപ്പോൾ ഇതിൻ്റെ വ്യത്യാസം അറിയണമെങ്കിൽ, ഇപ്പോൾ ഇത് ഏറെക്കുറെ ഒരു 32 സെൻറ്റിമീറ്റേഴ്സ് ഉണ്ട്. ഇതിപ്പോൾ നോക്കുകയാണെങ്കിൽ ഒരു 34 സെൻറ്റിമീറ്റർ ഉണ്ട്. ഇത് നോക്കുകയാണെങ്കിൽ ഏറെക്കുറെ 42 സെൻറ്റിമീറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ ഇത് തമ്മിൽ വലിയൊരു വേരിയേഷൻ നമുക്ക് തോന്നില്ല. കാരണം ഈ പോയിന്റ്സ് ഞാൻ പറഞ്ഞല്ലോ വളരെ വളരെ അടുത്ത 2 പോയിന്റ്സ് ആണ്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ നമുക്ക് ചെയ്യാവുന്ന ഒരു എളുപ്പ വഴി എന്താണെന്ന് ചോദിച്ചാൽ, ഈ ഷോർട്ടർ വൺ, ഇതാണല്ലോ നമ്മുടെ ഷോർട്ടർ വൺ. ഈ ഷോർട്ടർ വണ്ണിൻ്റെ ലെങ്ത്ത്, ഈ ഷോർട്ടർ വണ്ണിൻ്റെ ലെങ്ത്ത് എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതുമായിട്ട്, അതായത് ഇപ്പം ഇങ്ങനെ ഒരു പോയിന്റ് എടുത്തിട്ട് നമ്മൾ എന്താ പറയുക, കോമ്പസ് നീഡിൽ എടുത്തിട്ട് കോമ്പസും സ്കെയിലും കൂടെ എടുത്തിട്ട് ഈ മെഷർമെന്റ് അളന്നിട്ട് അടുത്തതിനൊരു ആർക്ക് ഇടുക. അപ്പം നമുക്ക് നോക്കൂ, ഇപ്പം ഇതേതാണ് ലെങ്ത്ത്? ഇത് ഞാൻ പറഞ്ഞല്ലോ 32 സംതിങ്. ഇതെത്രയാണ്? 34. അപ്പം നമ്മൾ ഈ 32, ഇപ്പം ഇവിടെ ഒരു കോമ്പസ് കുത്തി ഈ 32 അളന്നിട്ട് ഇവിടെ ഇങ്ങനെ ചെറുതായിട്ട് ഒരു ആർക്ക് ഇടുക. ആർക്കിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഈ ലെങ്ത്തും സെയിം ആണ്. അപ്പം ഇതായിരിക്കുമല്ലോ മിച്ചമുള്ളത്, അധികമുള്ളത്. അപ്പം അത് കാണാനായിട്ട് നമ്മൾ ഇവിടുന്ന് ഒരു പെർപെൻഡിക്കുലർ അങ്ങോട്ട് ഡ്രോപ്പ് ചെയ്യുന്നു. ഇവിടെ നിന്ന് ഒരു പെർപെൻഡിക്കുലർ ഡ്രോപ്പ് ചെയ്യുന്നു. ഏത് പോയിന്റിലേക്ക്? ഈ ഷോർട്ടസ്റ്റ് ലൈനിലേക്ക്. അപ്പോൾ ഇങ്ങനെ ഒരു പെർപെൻഡിക്കുലർ ഡ്രോപ്പ് ചെയ്ത് കഴിയുമ്പോൾ ഈ ആംഗിള് 90. ഇതെത്രയാണ്? 90. അപ്പോൾ ഈ ഗ്യാപ്പ് കണ്ടോ? ഇതിന് വേണമെങ്കിൽ നമുക്ക് OM എന്ന് വല്ലതും പേര് കൊടുക്കാം. ഈ OM ലെങ്ത് ആണ് ഈ R എന്ന് പറയുന്നത് R2-നേക്കാൾ കൂടുതൽ. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? R2 എന്ന് പറയുന്നത് R-ൽ നിന്ന് OM ദൂരം കുറവ്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? R2 ഈക്വൽ ടു എന്താണ്? R2 കിട്ടാനായിട്ട് എന്ത് ചെയ്താൽ മതി? R-ൽ നിന്ന് OM കുറച്ചാൽ മതി. ക്ലിയർ? ഇനി OM എങ്ങനെ കിട്ടുന്നതാണോ ചോദ്യം. OM എങ്ങനെ കിട്ടും ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ അല്ലേ, ഇത് തീറ്റ അല്ലേ. അപ്പോൾ കോസ് തീറ്റ ഒന്ന് എടുത്ത് നോക്കിയേ. വാട്ട് ഇസ് കോസ് തീറ്റ? കോസ് തീറ്റ എന്ന് പറയുന്നത് എന്താണ്? കോസ് ഓഫ് തീറ്റ. ഇത് ഓപ്പോസിറ്റ്, ഇത് 90 അല്ലേ. ഇത് ഈ തീറ്റയുടെ ഓപ്പോസിറ്റ്, ഇത് അഡ്ജസന്റ്, ഇത് ഹൈപ്പോട്ടന്യൂസ്. അഡ്ജസന്റ് ബൈ ഹൈപ്പോട്ടന്യൂസ്. അപ്പം എന്ത് വരും? OM ബൈ ഹൈപ്പോട്ടന്യൂസ് A ആണ്. അപ്പം അതിന് പ്രകാരം OM എന്ത് വരും? A കോസ് തീറ്റ. അപ്പോൾ OM-ന്റെ വാല്യൂ എന്ത് കിട്ടി? A കോസ് തീറ്റ. അപ്പോൾ R2 എന്ത് വരും? R മൈനസ് A കോസ് തീറ്റ. ഇതാണ് R2-ന്റെ വാല്യൂ. കിട്ടിയോ? നമുക്ക് ഇവിടെ R2 വേണം, R1 വേണം. ഇതുപോലെ നമുക്ക് R1 കാണാം. നമുക്ക് R1 നമുക്കറിയാം, R-നേക്കാൾ ഒരല്പം കൂടെ നീളം കൂടുതലാണ് ആർക്കുള്ളത്? R1-ലുള്ളത്. എത്ര കൂടുതലാണെന്ന് നമുക്കറിയില്ല. അപ്പം എത്ര കൂടുതലാണെന്ന് അറിയാൻ നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു വഴി, ഇതേപോലെ നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു വഴി, R എന്നുള്ളത്, ഇത് നമ്മുടെ P ക്യാപ്പാണ്. ഈ R എന്നുള്ളത് നമ്മളൊരല്പം കൂടെ ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്യുന്നു, അതേ ഡയറക്ഷനിൽ എക്സ്റ്റെൻഡ് ചെയ്യുന്നു. എന്നിട്ട് ഇവിടെ നിന്ന് ഈ R1-ൽ നിന്ന് ഇങ്ങോട്ടേക്കൊരു പെർപെൻഡിക്കുലർ ഡ്രോപ്പ് ചെയ്യാണ്. അപ്പോൾ ഇത് വീണ്ടും 90 ഡിഗ്രി. ഇത് വീണ്ടും നമുക്ക് എത്ര കിട്ടി? 90 ഡിഗ്രി. ഇത് A ആണെന്ന് നമുക്കറിയാം. ഈ എക്സ്റ്റെൻഡ് ചെയ്ത അധികം ദൂരത്തിന് നമ്മൾ ON എന്ന് പേരിടുകയാണ്. അപ്പോൾ ഈ R1 സമം എന്തായിരിക്കും? R-ന്റെ കൂടെ ON-ഉം കൂടെ കൂട്ടിയാൽ മതി. ഇത് തീറ്റ ആയതിനാൽ നമ്മുടെ ഓപ്പോസിറ്റ് ആംഗിൾ, ഇത് അതിൻ്റെ ഓപ്പോസിറ്റ് ആംഗിളാണ്. ഇതും എന്ത് തന്നെയായിരിക്കും? തീറ്റ. അപ്പോൾ ഇത് തീറ്റയാണെ കോസ് തീറ്റ എന്ത് വരും? വീണ്ടും കോസ് തീറ്റ ഇവിടെ നിന്ന് എന്ത് വരും? ഇതേപോലെ തന്നെ എഴുതാം. കോസ് തീറ്റ ഈസ് ഈക്വൽ ടു ON ബൈ A. ഇതാണ് തീറ്റ. ഓപ്പോസിറ്റ് അഡ്ജസന്റ് ബൈ ഹൈപ്പോട്ടന്യൂസ്. അപ്പോൾ ON എന്ത് വരും?
ON സമം A cos theta. What is R1? ഇതാണ് R1. R1 കിട്ടാൻ ഇതുവരെ Rന്റെ കൂടെ ഇതിവിടെ കൂട്ടുക. അപ്പൊ എന്ത് കിട്ടി? R1 R പ്ലസ് ON എന്താണ്? A cos theta. അപ്പൊ നമുക്ക് R പ്ലസ് A cos theta കിട്ടി, R മൈനസ് A cos theta കിട്ടി. അപ്പൊ R2ന്റെ വാല്യൂ കിട്ടി, R1ന്റെ വാല്യൂ കിട്ടി. ഈ R2ഉം R1ഉം കൂടെ നമുക്ക് ഇവിടെ ഇട്ടാൽ മതി. അപ്പൊ നമുക്ക് എന്ത് വരും? R2 R1ഉം കൂടെ നമ്മൾ ഇവിടെ ഇട്ട് നോക്കാം. എന്താ വരിക? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം ഇവിടെ. അപ്പൊ ഇത് വേണമെങ്കിൽ ഒന്നും കൂടെ ഒന്ന് സിംപ്ലിഫൈ ചെയ്ത് എന്ത് വരും? V is equal to Q by 4 pi epsilon 0. അടിയിൽ എന്ത് വരും? ഡിനോമിനേറ്റർ R2 R1. LCM കണ്ടാൽ മുകളിൽ എന്ത് വരും? R1 മൈനസ് R2. ഇത് വീണ്ടും ചെയ്തു വരുമ്പോൾ Q by 4 pi epsilon 0 അടിയിൽ R1ഉം R2ഉം കൂടെ ഗുണിക്കുക. ഏതാണ് R1? ഇതാണ് R2 R മൈനസ് A cos theta, R1 R പ്ലസ് A cos theta. ഇത് A മൈനസ് B, ഇത് A പ്ലസ് B. അപ്പൊ A മൈനസ് B ഇൻറ്റു A പ്ലസ് B എന്ത് വരും? A സ്ക്വയർ മൈനസ് B സ്ക്വയർ. A സ്ക്വയർ എന്താ? R സ്ക്വയർ മൈനസ് A സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ. ഇതെന്താ? വീണ്ടും ഓർമ്മ വേണേ. R2 എന്ന് പറഞ്ഞാൽ എന്താണ്? R2 എന്ന് പറഞ്ഞാൽ R മൈനസ് A കോസ് തീറ്റ, R1 എന്ന് പറഞ്ഞാൽ R പ്ലസ് A കോസ് തീറ്റ. ഈ ലെങ്ത് നോക്കിയാൽ മതി. R1 കൂടുതലാണ് R-നേക്കാൾ A കോസ് തീറ്റ, R2 R-നേക്കാൾ കുറവാണ് A കോസ് തീറ്റ. ഇത് രണ്ടും കൂടെ ഗുണിച്ചതാണ് ഈ അടിയിൽ എഴുതിയത്. ഇനി മുകളിൽ R1 മൈനസ് R2. ഇതിന്ന് R1 മൈനസ് R2 കണ്ടോക്കി എന്ത് വരും? R1 എന്താണ്? R പ്ലസ് A കോസ് തീറ്റ മൈനസ് R മൈനസ് A കോസ് തീറ്റ എന്ത് വരും? ഈ R മൈനസും കൂടെ വെട്ടിപ്പോവും. ഈ A കോസ് തീറ്റ മൈനസ് മൈനസ് ആകുമ്പോൾ പ്ലസ് വരും, 2A കോസ് തീറ്റ. ഈ ടേം നമുക്കിവിടെ മുകളിൽ എഴുതാം, 2A കോസ് തീറ്റ. പക്ഷെ നമുക്കറിയാം 2A ഇൻറ്റു Q നമുക്കറിയാം. എന്താ 2A ഇൻറ്റു Q? P ബാർ. അപ്പൊ ഇതെന്താണ് ആൻസർ? ഇത് മൊത്തം കൂടെ സ്കേലാർ ആയിട്ട് എഴുതുമ്പം P കോസ് തീറ്റ ഡിവൈഡഡ് ബൈ 4 പൈ എപ്സിലൺ. V ആണ് എപ്സിലൺ. ബാക്കി ഇതാണ്. ഇതിനകത്ത് നോക്കൂ, R എന്ന് പറയുന്നത് മച്ച് ബിഗ് ആണ് കമ്പയർഡ് ടു A. എന്താണ് R? ഇതാണ് R. O മുതൽ P വരെയുള്ള ദൂരം അത് വളരെ കൂടുതലാണ് എയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. പക്ഷെ നമുക്ക് A സ്ക്വയർ ആണ് വേണ്ടത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? A സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ ഈസ് നെഗ്ലക്റ്റഡ്. അതിനെ ഒഴിവാക്കി. എന്തായിരുന്നു കാരണം? എന്തുകൊണ്ടാണ് ഒഴിവാക്കിയത്? ഈ R മച്ച് ബിഗർ ദാൻ A ആയതുകൊണ്ട്. അപ്പൊ അതിന്റെ അടിയിലെ ടേം ഇതങ്ങ് ഒഴിവാക്കി. പിന്നെ എന്തേ ഉള്ളൂ? R സ്ക്വയർ. അപ്പൊ ഇതാണ് നമുക്ക് കിട്ടിയ സ്കേലാർ ഫോം. ഇതതിന്റെ സ്കേലാർ ഫോം. അതായത് ഡയറക്ഷൻ ഇല്ല, സ്കേലാർ ആയിട്ട് എഴുതുകയാണ്. ഇനി നമുക്ക് ഇതിനെ ഈ P കോസ് തീനെ വേണമെങ്കിൽ, P കോസ് തീറ്റ എന്ന് പറയുന്നത് തീറ്റ എന്തായിരുന്നു? ഇതാണ് തീറ്റ. ആംഗിൾ ബിറ്റ്വീൻ ഡയറക്ഷൻ ഓഫ് P ആൻഡ് R ആണ്. അപ്പോൾ ഇത് നമുക്കറിയാം P ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി ആണ് അല്ലേ? അപ്പോൾ ഇത് വെക്റ്റർ ക്വാണ്ടിറ്റി ആയതുകൊണ്ട് നമുക്ക് ഇതിനെ വീണ്ടും എഴുതാം. P കോസ് തീറ്റ, P കോസ് തീറ്റ എന്ന് പറയുന്നത് P ബാർ ഡോട്ട് R ക്യാപ്, R ക്യാപ്, P ബാർ ഡോട്ട് R ക്യാപ്. അതായത് A ഡോട്ട് B എന്ന് പറഞ്ഞാൽ A B കോസ് തീറ്റ. ഇതിൽ എയും ബിയും വെക്റ്റർ ആണ്. P ഒരു വെക്റ്റർ ആണ്, R ക്യാപ് ഒരു വെക്റ്റർ ആണ്. അതായത് ഈ പൊസിഷൻ വെക്റ്റർ O മുതൽ P വരെയുള്ള OP ഇസ് ഈക്വൽ ടു പൊസിഷൻ വെക്റ്റർ R ബാർ. ഈ R ബാറിന്റെ ഡയറക്ഷൻ ആണ് നമ്മൾ R ക്യാപ് എന്ന് പറയുന്നത്. ഇത് അതിന്റെ ഡയറക്ഷൻ ആണ്. ഇത് ഇത്രയും. അപ്പൊ ആ R ക്യാപ്പിന്റെ ഡയറക്ഷനും P ബാറിന്റെ ഡയറക്ഷനും ഇടയിലുള്ള ആംഗിൾ ആണ് തീറ്റ. അപ്പൊ ഇതേ കാര്യം നമുക്ക് എങ്ങനെയും കൂടെ എഴുതാം. V is equal to P bar dot R cap by 4 pi epsilon 0 R square. തീർച്ചയായിട്ടും ഇതൊരു വെക്റ്റർ ക്വാണ്ടിറ്റി അല്ല, ഇതൊരു സ്കേലാർ ക്വാണ്ടിറ്റിയാണ്.
അപ്പോൾ ഇത് സ്കേലാർ പ്രോഡക്റ്റ് ആണ്, വെക്റ്റർ പ്രോഡക്റ്റ് അല്ല. കാരണം പൊട്ടൻഷ്യൽ ഒരു സ്കേലാർ ക്വാണ്ടിറ്റിയാണ്. കിട്ടിയോ? ഇതിൻ്റെ ഡെറിവേഷൻ മനസ്സിലായോ? നോട്ട് ചെയ്യാം. അപ്പം നമുക്ക് മനസ്സിലായി ഇങ്ങനൊരു ഡൈപോളിൻ്റെ ഏതെങ്കിലും ഒരു പോയിന്റ് പി, അറ്റ് എനി പോയിന്റ് പി, ഇതാണ് അതിൻ്റെ പൊട്ടൻഷ്യൽ. ഇനി നമ്മൾ പഠിച്ചിരുന്നു ഒരു ഡൈപോൾ ആണെങ്കിൽ -q +q, ഇതിൻ്റെ ആക്സിയൽ ലൈൻ, ഇതാണ് ആക്സിയൽ ലൈൻ, ഇതാണ് ഇക്വറ്റോറിയൽ ലൈൻ. ആക്സിയൽ ലൈനിൽ നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിച്ചു, ഇക്വറ്റോറിയൽ ലൈനിൽ നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിച്ചു അല്ലേ? അത് നമുക്ക് ഇവിടെ പൊട്ടൻഷ്യലും നോക്കാൻ പറ്റില്ലേ? നോക്കിയേ, കേസ് 1 θ = 0. അപ്പോൾ എവിടെ വരും പോയിന്റ് എന്ന് ആലോചിച്ച് നോക്കിയേ. θ0 എന്ന് പറഞ്ഞാൽ θ is ആംഗിൾ ബിറ്റ്വീൻ P bar ആൻഡ് r cap ആണ്. ഇത് നമ്മൾ വെക്ടർ ഫോമിൽ, എന്ന് വെച്ചാൽ വെക്ടർ എന്ന് പറഞ്ഞാൽ ഇത്രയും പോർഷൻ ഡോട്ട് പ്രോഡക്റ്റ് ആയിട്ട് എഴുതുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ഇതേ കാര്യം എങ്ങനെ എഴുതാം? 1/4πε0 P bar dot r cap divided by r square. ഈ P bar dot r cap ആണ് നമ്മുടെ P cos θ. എന്ന് വെച്ചാൽ θ is the angle between, ഇങ്ങനെ എഴുതിയാലേ നമ്മൾ ഏതാണ് θ എന്ന് മനസ്സിലാവുള്ളൂ. വെറുതെ cos θ എന്ന് എഴുതിയ ഏത് ആംഗിളാണ് θ എന്ന് മനസ്സിലാവില്ല. ഇവിടെ നമുക്ക് വ്യക്തമായിട്ട് അറിയാം P ബാറിൻ്റെയും ആർ ക്യാപ്പിൻ്റെയും, ആർ ക്യാപ്പ് എന്ന് പറയുന്നത് നമ്മുടെ പൊസിഷൻ വെക്ടർ ആണ്. ഒ പി ബാറിന്റെ ഡയറക്ഷൻ ആണ് ആർ ക്യാപ്പ്. അതായത് ആർ ബാർ എന്നുള്ളത് r × ആർ ക്യാപ്പ് ആണ്. r സ്കേലാർ വാല്യൂം ആർ ക്യാപ്പ് അതിൻ്റെ ഡയറക്ഷനും. ഈ ഇൻഫർമേഷൻ നിങ്ങൾക്ക് അറിഞ്ഞാൽ മതി. അപ്പോൾ അതിൻ പ്രകാരം നമുക്ക് θ0 എന്ന് പറഞ്ഞാൽ എവിടെ വരും? നമ്മുടെ പോയിന്റ്, ഇത് നമ്മുടെ P, ഇത് നമ്മുടെ പോയിന്റ് ആണ് എങ്കിൽ ഇവിടെ എന്ന് പറയുമ്പോൾ ഈ ആംഗിൾ, ഇത് ആർ ക്യാപ്പിൻ്റെ ഡയറക്ഷൻ, ഇത് പിയുടെ ഡയറക്ഷൻ, ഇവിടെ 90 ആണ്. അപ്പോൾ 0 എന്ന് പറഞ്ഞാൽ എവിടെ വരും? ഇതാണ് പോയിന്റ്, ഈ പോയിന്റ് θ, ഇതാണ് നമ്മുടെ θ, ഈ ആംഗിളാണ് θ. അപ്പോൾ θ0 എന്ന് പറഞ്ഞാൽ P മുതൽ R വരെ ഇത് സെയിം ഡയറക്ഷൻ, പിയും ഇങ്ങോട്ട് ആറും ഇങ്ങോട്ട്, ഇതാണ് നമ്മുടെ പോയിന്റ് P, കേസ് 1. അപ്പോൾ കേസ് 1 θ0 എന്ന് പറഞ്ഞാൽ അവിടെ θ0 കൊടുത്തു നോക്കിയേ. V = 1/4πε0 cos തീറ്റയുടെ സ്ഥാനത്ത് 0 ഡിവൈഡഡ് ബൈ r square. cos 0 1 ആണ്. സോ വാട്ട് ഇസ് ആൻസർ? 1/4πε0 1/r square. സോറി, P cos θ ബൈ r square. പിയുടെ വാല്യൂ 1. ഇനി ഇത് കേസ് 1 ആണ്. കേസ് 2 എടുക്കാം. θ 180 ആണെന്ന് വിചാരിക്കുക. കേസ് 2 θ 180 എന്ന് പറയുമ്പോൾ എന്ത് വരും? ഇതേ പോയിന്റ്, ഇത് പിയുടെ ഡയറക്ഷൻ ആണെന്ന് പറഞ്ഞു, ഇതേ പോയിന്റ് ഇതാ ഇവിടെ വരും. ഇവിടെ വരുമ്പോൾ ആംഗിൾ ഇവിടെ മുതൽ ഇങ്ങോട്ട് അളക്കണം, ആർ ക്യാപ്പ് ഇങ്ങോട്ട് വരും. അപ്പോൾ θ എത്ര കിട്ടും? 180. സോ വാട്ട് ഇസ് ആൻസർ? P/4πε0 cos 180 by r square. cos 180 എത്രയാ? -1. സോ വാട്ട് ഇസ് ആൻസർ? -1/4πε0 P/r square. ഇനി ഇക്വിറ്റോറിയൽ ലൈൻ ആണെങ്കിലോ? കേസ് 3 θ = 90 ഡിഗ്രി. θ 90 ഡിഗ്രി ആണെങ്കിൽ എന്ത് വരും? V = P/4πε0 cos 90 0. സോ വാട്ട് ഇസ് ആൻസർ? 0. അപ്പോൾ നമ്മുടെ പോയിന്റ് ഇവിടെ ആണെങ്കിൽ എത്ര വരും? 0. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ പോയിന്റ് എങ്കിൽ അതിൻ്റെ വാല്യൂ Kp/r square. ഇത് ഇത്രയും K ആണ് കേട്ടോ, ഇതിനെ നമ്മൾ K എന്ന് പറയും, Kp/r square. ഇവിടെയാണ് നമ്മുടെ പോയിന്റ് എങ്കിൽ എന്ത് വരും? -Kp/r square. അതാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇത് ഇത്രയും K ആണ്. ഇതാണ് നമ്മുടെ പോയിന്റ് എങ്കിൽ V എന്ത് വരും? 0. ഇത് വിയുടെ വാല്യൂസ് ആണ്. കിട്ടിയോ? കിട്ടിയില്ലേ? ഇനി നമ്മൾ പഠിച്ചത് ഡൈപോളിൻ്റെ പൊട്ടൻഷ്യലാണ്. ഈ ഡൈപോളിൻ്റെ പൊട്ടൻഷ്യലും നമ്മൾ പഠിച്ച സിംഗിൾ ഒറ്റ ഒരു പോയിന്റ് ചാർജ് തമ്മിലുള്ള വ്യത്യാസം എന്താ? ഇപ്പൊ പോയിന്റ് ചാർജ് ആണെങ്കിൽ നമ്മുടെ വിയുടെ ഇക്വേഷൻ എന്താ? ഓർമ്മയുണ്ടോ? 1/4πε0 Q/r ആണ്. അത്രേ ഉള്ളൂ പോയിന്റ് ചാർജ് ആണെങ്കിൽ. എന്ന് വെച്ചാൽ പൊട്ടൻഷ്യലിന് ആകെ ബന്ധം ക്യൂവിനോടും ആറിനോടും മാത്രം. ഡിപ്പെൻഡൻസ് ശ്രദ്ധിക്കണം, /r ആണ്. ഇനി ഡൈപോൾ ആണെങ്കിൽ എന്ത് വരും? ഇപ്പം നമ്മൾ പഠിച്ചു
ഡൈപോൾ ആണെങ്കിൽ എന്താണ്? ഇത് രണ്ടിൽ എന്തും പറയാം. V = 1/4πε0 P cos θ/r². അപ്പൊ ആരെയൊക്കെ ആശ്രയിക്കുന്നുണ്ടെന്ന് ആലോചിച്ച് നോക്കിയേ. P യുമായിട്ട് ബന്ധമുണ്ട്, തീറ്റയായിട്ട് ബന്ധമുണ്ട്, ഡിവൈഡഡ് ബൈ r². അപ്പൊ ഇവിടെ റിലേഷൻഷിപ്പ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു 1/r ആണ്. ഇവിടെ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു 1/r² ആണ് റിലേഷൻ. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും, ഡൈപോളിന്റെ പോയിന്റ് ചാർജ്, പൊട്ടൻഷ്യൽ ഡ്യൂ ടു എ പോയിന്റ് ചാർജ് ഡൈപോള്, രണ്ടും വ്യക്തമായിട്ട് മനസ്സിലായല്ലോ. ഇത് നമ്മൾ കഴിഞ്ഞ സെക്ഷനിൽ പഠിച്ചതാണ്. 2.2 നമ്മൾ വിശദമായി പഠിക്കുന്നുണ്ട് ഈ ഡെറിവേഷൻ. 2.3 ആണ് നമ്മുടെ ഈ ടോപ്പിക്ക്. ഇവിടെ നമ്മൾ ഡൈപോളിന്റെ പൊട്ടൻഷ്യലാണ് പഠിച്ചത്. ഡെറിവേഷൻ മനസ്സിലായല്ലോ. ഈ 3 കേസസും, കേസ് θ0, θ180, θ90 ക്ലിയർ ആയിട്ട് മനസ്സിലായോ? അപ്പം നോട്ട് ചെയ്യാം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. എവിടെയെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് തോന്നുകയാണെങ്കിലോ എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ വേണമെങ്കിലോ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. കേട്ടിരുന്ന മുഴുവൻ കുഞ്ഞുങ്ങൾക്കും നന്ദി, നമസ്കാരം. ഓക്കെ.